ഞാൻ നിങ്ങളുടെ വൈസ്മാൻ റജി, എൻ്റെ കൂടെയുള്ള ഹരി. ഞങ്ങൾ വർഷങ്ങളായിട്ട് അടുപ്പമുള്ളതാണ്. ഹരി കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. അപ്പം നമ്മുടെ വൈസ്മാൻ്റെ ഈ പ്രോജക്റ്റ് കെയർ ദ ഏജ്ഡ്, അത് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആണല്ലോ. അപ്പോൾ ഇതിൽ ഹരിയുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് ഹരി, നമ്മുടെ കെയർ ദ ഏജ്ഡ് പ്രായമുള്ളവരെ കരുതുക എന്നുള്ളതിനെ പറ്റി എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? കെയർ ദ ഏജ്ഡ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു തീം തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ വർഷവും വൈസ്മാൻ ഇന്റർനാഷണലിൻ്റെ ഒരു ഭാഗമായിരുന്നു കെയർ ദ ഏജ്ഡ്. അതെ, ആ ടൈമിൽ. പക്ഷേ ആ ടൈമിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണത്തെ ആർഡിയും അത് കെയർ ദ ഏജ്ഡ് തന്നെയാണ്, ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മാറ്റർ ആണെന്ന് കണക്കാക്കി അതിനെ വീണ്ടും എടുത്തിരിക്കുകയാണ്. നമ്മൾ എന്തായാലും ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ നമുക്ക് തന്നെ അറിയാം. കൂടുതലായിട്ടുള്ള യങ്സ്റ്റേഴ്സ് കൂടുതലും നമ്മുടെ പുറത്തേക്ക് പോവുകയാണ്. നമ്മുടെ വീട്ടിൽ പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഇല്ലാതെ എല്ലാവരും ഒറ്റപ്പെടുന്ന, ഏജായി കഴിയുമ്പോൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുന്നുണ്ട്. നമുക്ക് വാക്കുകളാലും നമുക്ക് അവരുടെ പരിചരണത്താലും അതുപോലെ തന്നെ അവരുടെയൊക്കെ സ്നേഹം കൊടുത്തും അവരിൽ നിന്നുള്ള സ്നേഹം തിരിച്ചു വാങ്ങിയും നമുക്ക് അവരിൽ സന്തോഷമുണ്ടാക്കുക, അവർക്ക് വേണ്ട എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. വീട്ടിലുള്ളവരെ പോലെ നമ്മൾ കണക്കാക്കി അവരുടെ നാട്ടിലില്ലാത്ത മക്കളെ പോലെ നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽപ്പരം സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമില്ല. അത് അവർക്കെന്നല്ല നമുക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പ്രൊജക്റ്റ് എടുത്ത ആർഡിയോടുള്ള നന്ദിയും കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. താങ്ക് യു ഹരി. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ ഹരിയോട് പറഞ്ഞു. പക്ഷേ ഹരി പറഞ്ഞത് ബിസിനസ് പ്രൊമോഷൻ അല്ല. നമ്മളിപ്പോൾ പ്രായമുള്ളവർക്ക് റാമ്പ് അല്ലെങ്കിൽ പിടിച്ച് കയറാൻ, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ ഒരു പിടിക്കാൻ ഗ്രിപ്പ്, കാര്യം വീണ് കഴിഞ്ഞാൽ പെട്ടു. മക്കളൊക്കെ ദൂരെയാണെങ്കിൽ പിന്നെ കാലൊടിഞ്ഞ് കൈ ഒടിഞ്ഞ്. അപ്പം ഒരു പ്രിവെൻറ്റീവ് മെഷർ എന്നുള്ളത് ഇവരൊക്കെ അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോകണം. കാര്യം ഫിസിയോതെറാപ്പി ഡോക്ടർമാരൊക്കെ പറയുന്നതാണ്, അത് എല്ലാ വീടുകളിലും അത് പ്രാവർത്തികമാണ്. റാമ്പ് വേണം, അതുപോലെ പിടിച്ച് കയറാനുള്ള സൗകര്യങ്ങൾ, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ നമുക്കൊരു ഗ്രിപ്പ്, ഇരിക്കുമ്പോൾ മസിൽ പോകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അതെല്ലാം നല്ല. അപ്പം ഇതുപോലെ കൺസ്ട്രക്ഷനിലൊക്കെ നല്ല അഗ്രഗണ്യരായിട്ടുള്ള ആളുകളെ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ വേണം. താങ്കളുടെ സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞില്ല. സ്ഥാപനത്തിൻ്റെ പേര് ലെൻസ്കോ ബിൽഡ് ആൻഡ് ട്രേഡ് എന്നുള്ളതാണ്. ലെൻസ്കോ ബിൽഡ് ആൻഡ് ട്രേഡേഴ്സ്. അപ്പം എന്തായാലും ഞാൻ ഹരിക്കും ഹരിയുടെ സ്ഥാപനത്തിനും നല്ല ഭാവങ്ങൾ നേരുന്നു. ഒരു കാര്യം പറയുന്നത്, നമ്മൾ എല്ലാ സ്ഥലത്തും വലിയ ബാത്റൂമുകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പണ്ടുള്ള ബാത്റൂമുകളെല്ലാം വളരെ ചെറുതായിരുന്നു. അതിനകത്ത് നമുക്ക് വീടാൻ രണ്ട് സൈഡിലേക്ക് പിടിക്കാനായിട്ട് ഇപ്പം നമ്മൾ ലക്ഷൂറിയസ് ആവുന്നതിന്റെ ഭാഗമായിട്ട് പല ബാത്റൂമുകളും വളരെ വൈഡ് ഉണ്ടാകും. പിടിക്കാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ. റാംസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമ്മളിപ്പോൾ ഗവൺമെന്റ് സൈഡിൽ നിന്ന് തന്നെ ഇതെല്ലാം യൂസർ ഫ്രണ്ട്ലി ആക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസേബിൾഡ് എന്ന് പറയാൻ പാടില്ല, എന്നാൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നുള്ളതല്ല. പക്ഷെ നമ്മുടെ പ്രായാധിക്യം കൊണ്ട് ഒക്കെ നടക്കുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ചേഞ്ചസ് വീടുകളിൽ വരുത്താൻ പറയുന്നത് ഈ ഗ്രാബ് ബാസും അതേപോലെ ടോയ്ലറ്റിലേക്ക് കമ്പി വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ റിക്വസ്റ്റ് ആയിട്ട് വെളിയിൽ നിന്ന് ആൾക്കാരും പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ളവരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഹരി, താങ്ക് യു വെരി മച്ച്. ഇതൊരു നല്ല ഇൻഫോർമേഷനാണ്. താങ്ക് യു ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഹരി. ബൈ.